ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ രേണു സുധി ഉണ്ടാവുമോ എന്നൊരു ടോക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. രേണു സുധിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ അടുത്തുണ്ടായ വിവാദങ്ങൾ തന്നെയാണ് ഇങ്ങനൊരു റൂമറിന് കാരണം. പിന്നെ അത് മാത്രമല്ല, ആളൊരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് എന്ന് പുള്ളിക്കാരിയെ സപ്പോർട്ട് ചെയ്യുന്ന പലർക്കും തോന്നുന്നുമുണ്ട്, അതവര് പ്രകടിപ്പിക്കുന്നുമുണ്ട്. ഇതിന്റെ വസ്തുത എന്താണെന്നും ഈ പറയുന്ന രേണു സുധിക്ക് ബിഗ് ബോസിന്റെ മേക്കേഴ്സിന്റെ ഭാഗത്തു നിന്നും ഒരു കോള് പോയിട്ടുണ്ടോ എന്നുമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. രേണു സുധി ആരാണ് എന്ന് അറിയാത്തവർക്കായിട്ട് പറഞ്ഞു തരാം. കൊല്ലം സുധി എന്നൊരു കൊമേഡിയൻ. പുള്ളിയെ അറിയാത്തവരായിട്ട് അല്ലെങ്കിൽ തിരിച്ചറിയാത്തവരായിട്ട് ആരും കാണത്തില്ല. കുറെ സിനിമകളിലൊക്കെ അഭിനയിച്ച് ഷോസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മികച്ചൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു. 2023 ഒരു റോഡ് ആക്സിഡന്റ് ആയിട്ട് പുള്ളി മരണപ്പെട്ടു. അതിനുശേഷം സ്വാഭാവികമായിട്ടും ആളുകളുടെ ഒരു അറ്റൻഷൻ ഈ പറയുന്ന പുള്ളിക്കാരന്റെ വിധവയിലേക്ക് തിരിഞ്ഞു. അങ്ങനെയുള്ളപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുക്കാം എന്നാണ് സാധാരണ ആളുകൾ ചിന്തിക്കുന്നത്. പക്ഷെ രേണു സുധി അത് ചെയ്തില്ല. ഈ പറയുന്ന പുള്ളിക്കാരന്റെ DP ഒക്കെ ഇട്ട് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ തന്നെ ആക്റ്റീവായിട്ട് തുടർന്നു. എന്നിട്ടിപ്പോ ഈ അടുത്തിടയ്ക്കാണെന്ന് തോന്നുന്നു ഒരു ഫോട്ടോഷൂട്ടും അതിന്റെ പുറകെ തന്നെ ഒരു റീലും വൈറലാവുകയുണ്ടായി. അതിന് പിന്നാലെ രേണു സുധി നേരിട്ട് കൊണ്ടിരുന്ന പൊങ്കാല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. പ്രത്യേകിച്ചും ആ ഒരു റീലിന്റെ പേരിൽ റോഡ് ബ്ലോക്ക് ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ പൊങ്കാലയോട് പൊങ്കാലയായിരുന്നു. അതിനുശേഷമാണ് രേണു സുധിയും അതേപോലെ തന്നെ ദാസേട്ടൻ കോഴിക്കോടും ബിഗ് ബോസ് മലയാളം സീസൺ 7-ലേക്ക് എന്ന ഈ ഒരു ചർച്ചകള് സജീവമായത്. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ ആ ഒരു ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. രേണു സുധിക്ക് ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നും കോള് പോയിട്ടുണ്ടോ? ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. സീസൺ 7-ൽ രേണു ഉണ്ടാവാനും സാധ്യതകൾ ഏറെയാണ്. പിന്നെ ഞാനിത് 100% കൺഫേംഡ് ആണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഓഡീഷൻസ് ഒക്കെ കഴിഞ്ഞ് ഫൈനൽ ഇന്റർവ്യൂ വരെ എത്തിയാൽ മാത്രമേ അങ്ങനെയൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ പോലെ കുറെ കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഷോയിലേക്ക് എത്തിപ്പെടാനും നല്ല രീതിയിൽ ഗെയിം കളിച്ചാൽ ഈ പറഞ്ഞ നെഗറ്റീവ് പറഞ്ഞ എല്ലാവരെയും സപ്പോർട്ടേഴ്സ് ആക്കി മാറ്റാനും സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് രേണു സുധി. അതിന് യാതൊരുവിധ സംശയമില്ല. നമ്മൾ മുമ്പുള്ള സീസൺസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. നെഗറ്റീവ് പറഞ്ഞവരെ എല്ലാം സപ്പോർട്ടേഴ്സ് ആക്കി മാറ്റിയിട്ടുള്ള ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ട്. എന്തായാലും കോള് പോയിട്ടുണ്ട് എന്നും ഓഡീഷൻ അറ്റൻഡ് ചെയ്തു എന്നൊക്കെ തന്നെയാണ് ഞാൻ അറിഞ്ഞത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.